ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ട് പോണു. എല്ലാവർക്കും സുഖമാവട്ടെ, നല്ലത് വരുത്തട്ടെ എന്ന് ഞാൻ എൻ്റെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തുട്ടാ. അപ്പോൾ പിന്നെ എന്താ, നമുക്ക് വീഡിയോയിൽ കണ്ട് പോയാലോ? ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണികളൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. കൂട്ടാൻ പണി തൊട്ടിട്ട് അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചു. എന്താ വെച്ചെങ്കിൽ ഇവിടെ മരം മുറിക്കുന്നുണ്ട്. എന്തായാലും മുറ്റടിക്കാൻ പറ്റില്ല കേട്ടോ. മുറ്റത്ത് ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം. മുറ്റത്തിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. വല്ലവരെ വളപ്പാണ്, എന്നാലും നോക്കി എത്ര വൃത്തി പോലെ ഞാൻ കൊണ്ട് നടക്കണം. മുറ്റം നോക്ക്, കണ്ടില്ലേ? എനിക്കിത് കാണുമ്പോൾ ദേഷ്യം വരിക കേട്ടോ. കാട് ഇളകി വന്ന് കിടക്കുക പറയില്ല, അതേമാതിരി കിടക്കുന്നുണ്ട് കേട്ടോ മുറ്റം. ഇനിയിപ്പോൾ നോക്കിക്കോട്ടെ. അപ്പോൾ മരം ഇപ്പം മുറിക്കുക ചേട്ടൻ. അപ്പം ഇങ്ങനെ വീഴും. എല്ലാ മരം മുറിച്ചു. ഈ തേക്കും ഈ തെങ്ങും തന്നെ ഉള്ളൂ കേട്ടോ. ഒക്കെ നമ്മുടെ പെരമിക്ക് തന്നെ നിൽക്കണം. ഈ തേക്കും തെങ്ങും പോകുമെന്ന് വിചാരിച്ചു, പക്ഷേ അതൊന്നും മുറിച്ചില്ല. ബാക്കിയുള്ള എല്ലാ മരം കൊണ്ടുപോയി. തേക്ക് പെട്ടെന്നൊന്നും മുറിക്കാൻ പറ്റില്ലല്ലോ. അതിനൊക്കെ എന്തൊക്കെ പാസ് വേണം, എന്തൊക്കെ വേണം എന്നൊക്കെ ഒക്കെ പറയുന്നത് കേട്ടോ. ഒന്നും അറിയില്ല എൻ്റെ സംഭവമൊന്നും. എന്തായാലും ഇങ്ങനെ മരമൊന്നും മുറിക്കാനൊന്നും പാടില്ല. പക്ഷേ മരം മുറിച്ചില്ലെങ്കിലും പ്രശ്നം തന്നെയാണ്. നമുക്ക് വീട് വയ്ക്കാനും വിറക് കത്തിക്കാനും ഒക്കെ മരം തന്നെ വേണം. ഒക്കെ വെട്ടിക്കൊണ്ട് പോയിട്ടാ. കുറേയൊക്കെ വിഷമമായി. നല്ല മാങ്ങ ഒക്കെ ഉണ്ടാവണത്, നല്ലൊരു തണലൊക്കെ ആയിരുന്നു. രാവിലെ നീച്ച് നല്ലൊരു ഓക്സിജനൊക്കെ നമുക്ക് മരത്തു നിന്നൊക്കെ നമുക്ക് കിട്ടൂലേ. അതൊക്കെ പോയി. ഇപ്പം നല്ല വെളിവായിട്ടാണ്. എന്താ ചെയ്യുക? അങ്ങനെ ഒരുപാട് കാറ്റും ഒക്കെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഒക്കെ ആകെ പോയിട്ട് നിൽക്കണത്. അടിയിലൊന്നും മണ്ണ് തന്നെ ഇല്ല കേട്ടോ. മരമൊക്കെ വീണ് കഴിഞ്ഞാൽ എപ്പോഴാണ് വീഴാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവർ കുറേ ആയി പറയുന്നു ഇതൊക്കെ മുറിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. അവർ ഈ ഓണർ, ഈ എന്താ പറയുക സ്ഥലത്തിൻ്റെ. അങ്ങനെ ഒക്കെ മുറിച്ചു ഗേസ്. ഞാൻ മുറ്റൊക്കെ ഒന്ന് പഴയതുപോലെ ആയി കിട്ടണം. അതിന് എന്തൊക്കെ പണിയെടുക്കണം എന്നറിയാം. ഞാൻ നാളെയൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇക്കാക്ക് നാളെ കച്ചവടത്തിന് പോകാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും പോകാൻ പറ്റില്ല. കൂടുള്ള ആൾക്ക് എന്തോ ഒരു ആവശ്യമുണ്ട് അത്ര. അപ്പോൾ എന്തായാലും ഇക്ക ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ആനി പിടിച്ച് നമുക്ക് മുറ്റം ക്ലീൻ ആക്കണം എന്നുണ്ട്. അപ്പോൾ ഉപ്പ എന്താ കാണിക്കുന്നത് നോക്കിയാൽ, ഉപ്പ അവിടെ നിന്നുള്ള ഉണങ്ങിയ ചുള്ളലും കുറച്ചൊക്കെ വിറകൊക്കെ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉമ്മ തന്നെ രാവിലെ തന്നെ എന്താ പണികളൊക്കെ ഒതുക്കിയിട്ട് എന്താ പറയുക ആന എടുക്കുന്നുണ്ട് വിറകൊക്കെ. പിന്നെ ഞാനിപ്പോൾ എന്താ കാണിക്കുന്നത്, കൂട്ടാൻ വയ്ക്കാനിട്ടാ. കുഞ്ഞോൾക്ക് ഇന്നലെ ചിക്കൻ കഴിക്കാൻ തോന്നിയിട്ട് വയ്യ പറഞ്ഞു. കുഞ്ഞോൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചിക്കന്. അപ്പോൾ എന്താ പൈസയ്ക്ക് ഇഷ്ടം. ആദ്യം പൈസയായിരുന്നു ഉപ്പച്ചി ചിക്കൻ മേടിക്കുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പോൾ നേരെ തിരിച്ച് കുഞ്ഞോളായിട്ടാണ്. ഉണ്ണിമോള് കഴിക്കില്ല കേട്ടോ. ഉണ്ണിമോൾക്കൊക്കെ തോന്നണം. പൊരിച്ചതൊക്കെ തിന്നിട്ടോ അവള്. അപ്പോൾ അങ്ങനെ ഞാൻ ചിക്കൻ കൂട്ടാൻ വെക്കാൻ കേട്ടോ. അപ്പോൾ കൂട്ടാൻ വെക്കേണ്ടത് അങ്ങോട്ട് നിങ്ങൾ കണ്ടോളേ. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് 2-3-4 ദിവസമായി ഇങ്ങനെ കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ അത് 2 പ്രാവശ്യം ഞാൻ ഡിലീറ്റ് ആക്കി. ചിലതൊന്നും ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല. അതിൻ്റെ വീഡിയോയുടെ അടിയിൽ കിടക്കുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഞാൻ എന്താ പേരെന്നൊക്കെ എനിക്കറിയാം. പേര് ഞാൻ പറയണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ ആൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന ആളാന്നൊന്നും ഞാൻ പറയണില്ല. എന്താ വെച്ചിങ്ങനെ നമ്മൾ വീട്ടിൽ ജോലി ചെയ്യാണ്, വീട്ടുപണി എടുക്കുകയാണ്, അടിക്കൽ, തുടയ്ക്കൽ, തിരുമ്പൽ, അങ്ങനെയുള്ള പണികളുടെ ഇടയിൽ ആ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫർദ് ഇട്ടിട്ട് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. വീട്ടിലത്തെ വേഷമൊക്കെ തന്നെ ഇട്ടിട്ട് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. നമുക്കൊന്നും ഫർദ് ഇടാനോ മൂടി പൊതിച്ച് നിൽക്കാനുള്ള ഒന്നും പറ്റില്ല. നമുക്ക് മേലൊക്കെ വെള്ളമാവും. കാണാനുണ്ടല്ലോ എൻ്റെ വീഡിയോ കാണുന്നവർ പറയേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ വീഡിയോ ഇടുന്നതിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഹറാമായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ വീഡിയോയിലാണ്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ തട്ടഴിഞ്ഞ് പോകുന്നത് തന്നെ ഞാൻ അറിയണത് കേട്ടോ. നമ്മൾ ഓരോ ജോലി ചെയ്യണതിൻ്റെ ഇടയിലൊന്നും നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ രാവിലെ നീച്ച് ഒരു 9 മണി 8 ആകുമ്പോൾ ഞാൻ കുളിക്കും. അത് നിങ്ങൾക്ക് അറിയാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കുളി കഴിഞ്ഞ് നമുക്ക് ഈ നനഞ്ഞ മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇടാൻ പറ്റില്ല. എന്താ വെച്ചാൽ മുടി തലയ്ക്കൊക്കെ കേടാവും, കായ പൊന്തി ചൊറിയും, അങ്ങനെ മുടിയൊക്കെ കേട് വരും. അത് ഞാൻ മുടി ഉണങ്ങണ വരെ മുടി അഴിച്ചിരുന്നത് കേട്ടോ ഗേസ്. അപ്പോൾ നമുക്ക് തലയിൽ തട്ടം, ഞാൻ മുടിയൊക്കെ ഉണക്കിയിട്ട് തലയിൽ തട്ടം നന്നായി കെട്ടുന്നുണ്ട്. മുടി കാണിക്കരുതെന്ന് എനിക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പരമാവധി ഇപ്പോൾ മുടി കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ പറയണത് ഫർദൊക്കെ കൈയൊക്കെ നന്നായി മറയ്ക്കാനും പിന്നെ ഇങ്ങനെയൊക്കെ കമൻറ്റൊക്കെ വരും. നമ്മൾ എങ്ങനെ അതൊക്കെ ചെയ്യുക? ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഒക്കെ വെച്ചെങ്കിൽ നമുക്കൊക്കെ സെറ്റായിട്ട് മറിച്ച് മഫ്തൊക്കെ കുത്തി ഫർദൊക്കെ ഇടാൻ. ഒന്നാമത് ഞാൻ ഫർദ ഇടില്ല കേട്ടോ. ഞാൻ ഈ ജീവിതത്തിൽ ഇതായിട്ടും ഫർദ ഇട്ടിട്ടില്ല കേട്ടോ. ആരെയും ഇങ്ങോട്ട് ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഫർദ ഇട്ടിട്ടുണ്ട്. അതും ആകെ ഒരു പ്രാവശ്യം. വയറൊക്കെ ആയപ്പോൾ നമുക്ക് ഡ്രസ്സ് കൊള്ളാത്തത് കൊണ്ട്
ഇപ്പോൾ ഞാനും ഇങ്ങനെ ഫർദ ഇടുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ. അതാണ് എനിക്കിങ്ങനെ കമൻറ്റ് ഇങ്ങനെ കുറേ ആയി ആളങ്ങനെ ഭയങ്കര ഒരു ഇത്. അപ്പോൾ രാവിലെ നീച്ച വശം നമുക്ക് ഫോണെടുത്ത് നോക്കിയാൽ ഈ ഇങ്ങോരെ കമൻറ്റാണ് കേട്ടോ എനിക്ക് കാണുന്നത്. അത് ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾ പറയേ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നുണ്ട്, വീഡിയോ അത് നിർത്തണോ? എനിക്ക് നമ്മൾ പുറത്തേക്കൊന്നും പോകണില്ലല്ലോ, വീട്ടിലുള്ള ജോലി, കുടുംബത്തെ കാര്യങ്ങൾ നോക്കുക, മക്കളുടെ കാര്യം, വീട്ടിൽ പണി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ വീഡിയോ ഒരുപാട് പേർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ എന്നെ ഇഷ്ടമുള്ളവർ പറയുക, എൻ്റെ വീഡിയോ ഇഷ്ടമുള്ളവർ പറയുക, എന്നെ ഇഷ്ടമുള്ളവർ പറയുക. എന്താ വേണ്ടത്? ഞാനിനി പറഞ്ഞിട്ടിട്ട് ഇനി വീഡിയോ എടുക്കണോ അതോ ഞാൻ വീഡിയോ നിർത്തിയാലോ, എന്താ വേണ്ടത് നിങ്ങൾ തന്നെ വീഡിയോയിൽ പറയട്ടെ. അപ്പോൾ അങ്ങനെ ഒന്ന് ഇങ്ങനെ ഒരുപാടായി ഇങ്ങനെ കമൻറ്റ് വരുന്നത്. അപ്പോൾ കുറേ ആയി ഞാൻ പറയണം വിചാരിക്കണം. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ് എവിടെ എത്തി, അടുപ്പുംതറൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്. കൂട്ടാനൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു, ഒക്കെ സെറ്റായിട്ട് അടുപ്പുമ്മ വെച്ചിട്ടുണ്ട്. അടുപ്പുമ്മ അല്ല, ഗ്യാസ് അടുപ്പുമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് അടുപ്പുംതറൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്. ഇനിയിപ്പോൾ മുറ്റടിക്കുന്നത് ഇപ്പോൾ ഇനി ഒന്നും കാണിക്കാനൊന്നും പറ്റില്ല. ഇനി നിങ്ങൾക്കറിയാലോ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മുറ്റടിക്കൽ, പിന്നെ ആ തിരുമണ കല്ല് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു കുഞ്ഞൊരു തിരുമണ കല്ല്, ഈ മറ്റേ തോടിൻ്റെ വരികളൊക്കെ ഇങ്ങനെ കരിങ്കല്ലൊക്കെ വെച്ചിട്ടുണ്ടാവില്ലോ, അതേപോലത്തെ ഒരു കല്ലിൻ്റെ മുകളിൻ്റെ തുടയ്ക്കണ തുണിയും, പിന്നെ ആ വടി മറ്റേ തുടയ്ക്കണ മറ്റേ വടിയില്ലേ, അമ്മത്തെ തുണിയൊക്കെ ഞാൻ തിരുമ്പണതല്ല നിങ്ങൾ കണ്ടിരിക്കണത്. പിന്നെ ബാത്റൂമിലെ തുണിയൊക്കെ അങ്ങനത്തെ ഒക്കെ വീഡിയോ ആണ്. എൻ്റെ വീഡിയോ എനിക്ക് തന്നെ ഇടയ്ക്ക് തോന്നുന്നത്, എന്താ പഠിച്ചോന്ന് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇപ്പോൾ എനിക്ക് ഇഷ്ടമാവുണ്ടാവോ, ഈ അടക്കിലും തുടക്കിലും വെച്ചുണ്ടാക്കലൊക്കെ ആവില്ലേ, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലേക്ക് തന്നെ തോന്നൂട്ടാ. പക്ഷേ വീഡിയോ ഇഷ്ടമാവുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു കമൻറ്റുകൾ വരുമ്പോൾ ഓ ഇഷ്ടമാവുന്നുണ്ടല്ലേ, ഓ സമാധാനമായി, സന്തോഷമായി, അൽഹംദുലില്ലാ, അപ്പോൾ അള്ളാഹുടെ സ്തുതി പറഞ്ഞുട്ടാ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്താ പറയുക ഇഷ്ടമുണ്ടല്ലോ വെച്ചിട്ട് അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാം, അങ്ങനെ ഒരു എന്താണ് ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ ഇടണതാട്ടാ. പിന്നെ ഇങ്ങനെ ഓരോ കമൻറ്റ് വരുമ്പോൾ ഫർദ ഇടണം, അങ്ങനെ ഇടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. ഇപ്പോൾ ഞാൻ പരമാവധി മുടിയൊക്കെ ഉണങ്ങിയപ്പോൾ മുടിയൊക്കെ കെട്ടി തട്ടൊക്കെ ഇട്ട് മറച്ചു കേട്ടോ. ഇനി കൂടുതൽ ഇപ്പം ഫർദ ഇട്ടിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കട്ടെ, ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാർ മനസ്സിലാക്കി. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമുള്ളവരൊന്ന് പറയും ഞാൻ എന്താ വേണ്ടത്, ഞാൻ വീഡിയോ നിർത്തിയാലോ, എനിക്കിതൊക്കെ തന്നെ പറ്റുള്ളൂ. ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടൊന്നും ഒന്നാമത്തേക്ക് പുറത്തേക്ക് കടയിലേക്ക് പോയിട്ട് വീഡിയോ എടുക്കാൻ തന്നെ ഭയങ്കര മടിയാട്ടോ. ആൾക്കാർ ഓരോ നോട്ടും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷനാവൂട്ടാ. എന്താണ് അവളിപ്പോൾ ഈ പെണ്ണ് ഈ ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്, ആൾക്കാരെന്താ വിചാരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അതാ ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ അധികം വീഡിയോ എടുക്കാത്ത. എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കും. പിന്നെ എൻ്റെ നമ്മളോടത്തെ വീഡിയോ, പിന്നെ നമ്മൾക്ക് അറിയണ ആൾക്കാരോടൊക്കെ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാന്നല്ലാണ്ട് പബ്ലിക്കായിട്ട് പോയിട്ടൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ കേസ്. നിങ്ങൾക്ക് ഇനി അതിനും കൂടുതലൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇത്രയൊക്കെ തന്നെ കേട്ടോ, ഇങ്ങനത്തെ ഒക്കെ വീഡിയോ തന്നെ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇന്ന ഇഷ്ടം, അതുപോലെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ ഒക്കെ ഒന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു തളർത്തരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങനെ പറയണില്ല. ഒരു 10 പേര് നല്ലത് നമുക്ക് കമൻറ്റ് ഇടുമ്പോഴും ഈ ഒരു പേര് നമ്മളതിനെ വല്ലാണ്ട് തളർത്തുന്നുണ്ട് കേട്ടോ. ആളുടെ പേര് ഞാൻ എന്തായാലും പറയില്ല, പേരൊക്കെ എനിക്കറിയാം, പേരെന്തായാലും പറയണില്ല കേട്ടോ. അപ്പോൾ ആൾ ഈ വീഡിയോ കാണിച്ചെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ അടുപ്പും തറൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടാ. നിലം തുടച്ചിട്ടില്ല, ഇനി ഇതൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് തുടക്കി വെച്ചിട്ടാണ്. അപ്പോൾ മക്കളേനൊന്നും കാട്ടിയിട്ടില്ലേ. മക്കളെന്തായാലും സ്കൂൾ വിട്ട് വരുന്നതൊക്കെ ഒന്ന് കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ അവിടെ വിറകൊക്കെ ആഞ്ഞ് ഒതുക്കണമൊക്കെ ഉണ്ട്. എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ കത്തിക്കാൻ കിട്ടിയതിന് നല്ലതല്ലേ. അവർക്ക് വിറകിന് പോകാൻ ഒന്നാമതൊന്നും വയ്യ കേട്ടോ. അപ്പോൾ കാലുവേദനയൊക്കെ ആയിട്ട് വിറകിനൊന്നും പോകണില്ല, വിറക് ഏതാണ്ട് കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ചുള്ളൽ വിറക് കിട്ടുമ്പോൾ ഒക്കെ തീ പിടിപ്പിക്കാനൊക്കെ നല്ലതാട്ടോ. ഇനിയിപ്പോൾ എന്തായാലും മഴയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 കല്ലുകൾ കണ്ടില്ലേ മുറ്റത്ത്, വല്ലവരെ വളപ്പ് തന്നെയാണ്. എന്നാലും ഞാൻ പുറത്ത് തന്നെ തീ പൂട്ടിട്ട് ചോറ് വയ്ക്കും, ഗ്യാസ് എങ്ങാനും ലാഭം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ അടുപ്പും തറൊക്കെ തുടച്ച് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇക്കാക്ക് ഇന്നൊരു ഒരു കട കൂട്ടുകാരൻ്റെ ഉമ്മ മരിച്ചിട്ട് ആണ്ടുണ്ടായിരുന്നു കേട്ടോ. കൊല്ലം തികയിലായിരുന്നു. അപ്പോൾ ഇക്ക മൗലൂദിനൊക്കെ പോയിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചോറേക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഭയങ്കര ചൂട് എന്നൊക്കെ പറഞ്ഞിട്ട് ബെന്നിനെ കൂലി വലിച്ചേർന്നു കേട്ടോ. എനിക്ക് അത് അടുപ്പും തറൊക്കെ കണ്ട് തുടച്ച് വന്നപ്പോൾ ഭയങ്കര പുഴുക്കായിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചോ, അങ്ങനെ മൗലൂദൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ.
പിന്നെന്താ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞു. പൂച്ചയ്ക്ക് ഇത്തിരി ചോറ് കൊടുക്കട്ടെ. സുഡുവിന് ഇന്നലെ തന്നെ ഞാൻ ചോറ് മീൻ കിട്ടിയിട്ടില്ല. എന്താ വെച്ചെങ്കിൽ ഇന്നലെ മീനൊന്നും വാങ്ങിയിട്ടില്ല. ഉണക്കസ്രാവ് ഇരുന്നോട്ടെ പൊരിച്ചത്, മോര് കൂട്ടാനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇറച്ചി മേടിച്ചപ്പോൾ അവന് കുറേ കാലത്ത് വന്നിട്ട് ഇങ്ങനെ കരച്ചിലാട്ടാ, ഒന്നുമില്ല കൊടുക്കാൻ. അപ്പോൾ ഞാൻ കൂട്ടാനൊക്കെ ഒന്നായപ്പോൾ ചോറൊക്കെ കൂട്ടി കുഴച്ച് അവനുള്ള ചോറ് കൊടുക്കട്ടെ. അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, പിന്നെ ഇന്ന് പോണില്ല. അത് ഇങ്ങനെ കൊണ്ട് വെച്ച് കൊടുക്കണ വരെ ഇങ്ങനെ കരഞ്ഞിട്ട് നിൽക്കും. സുഡോന്ന് വിളിച്ച് കഴിഞ്ഞാൽ വിളിയേക്കൂട്ടോ, അവൻ എവിടെയാണെങ്കിലും ഓടി വരും. അപ്പോൾ ഇവൻ മാത്രമല്ല കേട്ടോ, നോക്കി നിങ്ങൾ 2 പൂച്ചകളും എവിടെ നിന്നൊക്കെ ഇവൻ്റെ കരച്ചിൽ കേട്ട് കഴിഞ്ഞ് ഇപ്പം 2 ഓടി വരും കേട്ടോ. പിന്നെ ഇതിന് സാമർത്ഥ്യം ഇല്ല കേട്ടോ, ഇതൊരു പാവാട്ടോ. ഇവനുള്ളത് ആവശ്യമുള്ളത് തിന്നിട്ട് അവർ തിന്നോട്ടെ വെച്ചിട്ട് അവൻ അങ്ങോട്ട് മാറിക്കും. ഇത് നല്ല പാവം പൂച്ചയാണ് കേട്ടോ. പേടി കൂടല്ല, വേറൊരു കാടൻ പൂച്ച ഉണ്ട് കേട്ടോ. അത് വന്നു കഴിഞ്ഞാൽ അതിനെ കടിച്ചിട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കോലാമിട്ടിട്ട് അതിനെ ഒരു വിധം ആക്കിയിട്ടുണ്ട്. നല്ല തൊപ്പുള്ള പൂച്ചയായിരുന്നു. കടി കൂടിയിട്ട് അതിൻ്റെ കോല അങ്ങനെ ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നണുണ്ട്. എന്നിട്ട് ഞാൻ ചോറ് കഴിച്ചിട്ടില്ല. നല്ല മഴ വരുന്ന നോക്കി ഞങ്ങൾ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചതാണ്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴ ഒന്നും വലിയ കാര്യമായിട്ട് പെയ്തൊന്നുമില്ല, നല്ല മൂടിക്കെട്ടലായിട്ട് ഇങ്ങനെ നിന്നു. അങ്ങനെ ഞാൻ ചോറേക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ കിടന്ന് ചായ വെക്കാനായിട്ട് നീച്ചുട്ടാ. അപ്പോൾ ഉമ്മ അവിടെ എപ്പോഴും വിറക് വെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കാൻ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാൽ തന്നെ ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് പാല് ഒന്ന് കൊടുക്കണം കേട്ടോ. കുഞ്ഞോൾക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ പാല്, എന്താണെന്നറിയില്ല. അവൾക്ക് ചായ വേണ്ടോ. അപ്പോൾ നമുക്കത് ശീലമാക്കാൻ, ചായ കൊടുത്താൽ ശീലിപ്പിക്കാൻ നല്ലതല്ല. അപ്പോൾ ഞാനിങ്ങനെ പാല് കൊടുക്കുക തന്നെയാണ് കേട്ടോ. എന്തായാലും ഇഷ്ടം നോക്കിയിട്ട് കാര്യമില്ല. ചായ കൊടുത്താൽ കുട്ടികൾക്ക് അത്ര നല്ലതൊന്നും അല്ലേ. പിന്നെ ഞാൻ ചായ കൂടി പിന്നെ അവലുള്ളപ്പോൾ മാത്രം ഞാൻ ചായയിലിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചായ ഉണ്ടാക്കൂട്ടെ എനിക്ക് മാത്രമായിട്ട്. അപ്പോൾ അങ്ങനെ എന്തായി, ഞാനൊന്നും അങ്ങോട്ട് പ്രാന്തളക്കിയിട്ടൊന്ന് ഇറങ്ങിയിട്ടേക്ക് ഇതിങ്ങനെ കാണുമ്പോൾ ദേഷ്യം വരിക ഗൈസ്. മുറ്റൊക്കെ ഒന്ന് ആകെ മൊന്ത പിടിച്ചിരിക്കണ കാണുമ്പോഴേ ഭയങ്കര ദേഷ്യക്ക് മുറ്റടിക്കാണ്ട് വെച്ചൊരു സുഖമില്ല. എന്താ ചെയ്യുക. അപ്പോൾ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, മുറ്റടി കാണാൻ നല്ല രസമുണ്ടെന്ന്. എന്താ ചെയ്യുക, മുറ്റടിക്കാൻ പറ്റാത്ത ഭാഗമായിട്ടാണ്. അങ്ങനെ എന്തായാലും നാളെ ഞാൻ ഇക്കാനോട് പറഞ്ഞു, ഇക്ക ഒന്ന് വായി വെക്കാം, നമുക്ക് അതൊക്കെ ഒന്ന് വലിച്ചിട്ട് ആ മൂലയിൽ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞപ്പോൾ ഒക്കെ സമ്മതിക്കണില്ല കേട്ടാ. അപ്പോൾ നാളെ ചെയ്യാമെന്നൊക്കെ പറയുകയാണേ. അപ്പോൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നു. അപ്പോൾ ഉമ്മ അതാ അവിടെ കുറേ വിറക് ആനിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഉണങ്ങിയ വിറകാട്ടാ, നല്ലതൊന്നും എടുക്കാൻ പറ്റില്ല. അതൊക്കെ അവർ മരം മേടിച്ചതാട്ടാ, ഒക്കെ അവർക്ക് കൊണ്ടുപോകണ്ടേ. അപ്പോൾ ഇക്കെന്താ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഉമ്മാടെ അടുത്ത് എന്തൊക്കെയോ വർത്താനൊക്കെ പറയുന്നുണ്ട്, കേട്ടോ രണ്ടാളും കൂടിയിട്ട്. അപ്പോൾ ഞാനവിടെ ഇവർക്ക് ചായ ചൂടാറാനൊക്കെ വെച്ചിട്ടുണ്ടേ, അത് കാരണം അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ലേക്ക്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഉണ്ണിമോൾ ഇതാ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. ഉണ്ണിമോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവൾക്ക് പേപ്പർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോഷ്യൽ പേപ്പർ കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാ വിഷയത്തിനും നല്ല മാർക്കുണ്ട്. ഇതിൽ മാത്രം മാർക്ക് ഇത്തിരി കുറഞ്ഞു. അപ്പോൾ വരുമ്പോൾ തന്നെ ഒരു സുഖമില്ലാണ്ട് വരുന്നുണ്ടേക്കുന്ന ചീത്ത കേക്ക് വെച്ചിട്ടേ. അപ്പോൾ വരുമ്പോൾ തന്നെ അവൾ ചൂരിലെടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് പിപ്പിടിയാട്ടി അടിക്കാനൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ ഞാൻ അടിച്ചൊന്നും ചെയ്തില്ല കേട്ടോ. ഒന്ന് നല്ല ചീത്ത പറഞ്ഞു. നമുക്ക് ഇത്തിരി കളി കൂടുതലാണ്, പഠിക്കപ്പോൾ ഇത്തിരി പിന്നാക്കമായി, കളിയൊക്കെ ഒന്ന് കുറച്ച് നന്നായി പഠിക്കുന്നുണ്ട് ഉണ്ണിമോളെ, ഓണപ്പരീക്ഷയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയാം കേട്ടോ. അപ്പോൾ ചൂരിലോണ്ട് ഞാൻ ഇങ്ങനെ അടിക്കോ പേടിച്ചിട്ട് ഇക്ക എൻ്റെ ഒറ്റ തട്ടിപ്പറിക്കില്ലേ, ഇനി അതിനെ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത്തിരി ചിക്കനും ചപ്പാത്തി, ഇന്ന് കാലത്ത് ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ ഒന്ന് വാരി കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. പൈസയ്ക്ക് മറ്റേ കോഴിക്കാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് മക്കൾക്ക് വാരി കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എനിക്ക് പറയാനുള്ളതൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.